വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അതുപോലുള്ള സംസ്ഥാനങ്ങളിലെ കൃഷിവലന്മാർ ഒരു തരത്തിലുള്ള കൂസലുമില്ലാതെ കേന്ദ്ര സർക്കാരിനെതിരായി ശക്തമായ പോരാട്ടം നടത്തിയത് നമ്മൾ പത്രങ്ങളിൽ കണ്ടു, നമ്മുടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഒരു വർഷത്തിലേറെ ഒരു സമരം നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സമരം ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് നടക്കുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുമോ? ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ സംഘടന നടത്തുന്ന ഈ സമരത്തിൽ പോലും സമയം ബന്ധുമായി അല്പസമയം ഇരിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് നമ്മളൊക്കെ. എനിക്ക് ധൃതിയുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് അതിനേക്കാൾ ധൃതിയാണ്, നിങ്ങൾക്ക് വേഗം പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ കൃഷിക്കാരുടെ സമരം ഉണ്ടല്ലോ, അത് ലോക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ സമരമാണ്. ആ സമരത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് കൃഷിവലന്മാർ, ആണും പെണ്ണും, പ്രായമായവരും കുട്ടികളും, യുവതീവാക്കൾ, അവരെല്ലാവരും ഒരു വർഷക്കാലം നീണ്ട സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ആ സമരത്തിന്റെ ഔത്സുക്യം മനസ്സിലാക്കണം. ഈ സമരത്തെ കേന്ദ്ര സർക്കാർ നേരിട്ടത് ശത്രുക്കളോട് എങ്ങനെ പെരുമാറുമോ അതുപോലെയാണ്. ഒരു ശത്രു സൈന്യം ഇന്ത്യയിലേക്ക് ഇരച്ചു കയറിയാൽ കിടങ്ങുകൾ കുഴിച്ചും പ്രതിരോധം തീർത്തും അതുപോലെ തന്നെ ആധുനികമായ യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ചുമൊക്കെ അവരെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കും. അതേ മാതൃകയിൽ ഇന്ത്യ ഗവൺമെന്റ് കൃഷിവലന്മാരെ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചു. ഒരു വർഷത്തിലേറെ അവർ സമരം ചെയ്യുമ്പോൾ ഉത്തരേന്ത്യയിലെ കൊടും തണുപ്പ് നിങ്ങൾക്കറിയാം. അതിശൈത്യവും അതോടൊപ്പം അതികൂടും ഇതെല്ലാം സഹിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വിനോദമായ പ്രതിരോധ നടപടികളെ നേരിട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ അരങ്ങേറിയ സമരം അവസാനം വിജയത്തിലെത്തി. സമരമേ ഉള്ളൂ സഹകളെ നമുക്ക് മാർഗം. ഇവിടെ സലീം സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാം വിയർപ്പ് ചിന്തി നമ്മൾ അധികാരത്തിലെത്തിയതാണ് പിണറായി സർക്കാർ. ഈ സർക്കാർ സ്വാഭാവികമായും ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ മാതൃകയാണ്. കേരളത്തിലെ മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ്. അവരുടെ ഒട്ടേറെ പ്രവൃത്തികൾ ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ സർക്കാരിനെ മര്യാദയ്ക്ക് ഭരണം നടത്തുവാൻ അനുവദിക്കാത്ത തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റും മറ്റ് ഏജൻസികളും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കുകയല്ല. ഞാനിവിടെ സൂചിപ്പിച്ചത് നമ്മുടെ സർക്കാരിനെതിരായിട്ടല്ല സമരം ചെയ്യുന്നത്. പക്ഷേ സമരം ഈ സർക്കാർ ഈ പ്രവൃത്തികളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഇതിനു മുമ്പ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മളിവിടെ രാപ്പകൽ സമരം നടത്തിയിരുന്നു. അന്ന് സർ മേഴ്സിക്കുട്ടിയമ്മയാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി ഈ സംസ്ഥാനം ഭരിച്ചിരുന്നത്. അടിയന്തരമായി നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒന്നൊഴികെ ക്ഷേമനിധിയുടെ മറ്റെല്ലാ പദ്ധതികളിലും മത്സ്യ അനുബന്ധ തൊഴിലാളികളും അർഹരാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ പിന്നെ അതൊന്നും ഞങ്ങളുടെ കയ്യിലെത്താത്തത്? പ്രിയമുള്ള സഹകളെ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സാമ്പത്തികമായ വലിയ പരാധീനതയിലാണ്. കേരള ഗവൺമെന്റ് പലതരത്തിലും അതിനെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും ഈ ബഡ്ജറ്റിൽ ക്ഷേമനിധിക്ക് അർഹമായ പ്രാതിനിധ്യം നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതും അർഹരായവരുടെ കാര്യങ്ങളിലേക്ക് എത്തപ്പെട്ടില്ല എന്നുള്ള ദൗർബല്യം നിലനിൽക്കും. എങ്കിലും ആ സമരത്തിന് വിജയമുണ്ടായി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അന്ന് നടക്കാതെ പോയെന്നാണ് ലംസം ഗ്രാന്റിന് പകരമായി മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്കൊരു പ്രത്യേക പാക്കേജ്. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയും അനുസരിച്ച് മത്സ്യം പിടിക്കുന്ന തൊഴിലാളിക്ക് അവരുടെ മൊത്തം ഗ്രാന്റിന് അർഹത. പക്ഷെ മത്സ്യ വ്യവസായത്തിൽ പണിയെടുക്കുന്ന മറ്റു തൊഴിലാളികളുടെ മക്കളും ഏതാണ്ട് സമാനമായ ജീവിത സാഹചര്യങ്ങളാണ് ജീവിക്കുന്നത്. അവർക്കും ആവശ്യമായ തരത്തിൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. കേരള ഗവൺമെന്റ് തത്വത്തിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? മത്സ്യ അനുബന്ധ മേഖലയിൽ മത്സ്യം കച്ചവടം ചെയ്യുന്നവർ, മത്സ്യം ഉണക്കുന്നവർ, മത്സ്യ സംസ്കരണം നടത്തുന്നവർ, ഫീലിംഗ് തൊഴിലാളികൾ തുടങ്ങിയവരുടെ മക്കൾക്കും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കായി പ്രത്യേക ഫണ്ട് ക്ഷേമനിധി ബോർഡിനെ ഏൽപ്പിക്കുകയും
അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിദ്യാഭ്യാസ സഹായം നൽകുകയും ചെയ്യണം എന്നാണ് നമ്മളിപ്പോൾ ഉന്നയിച്ചത്. ഇത് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ പറഞ്ഞു, നമ്മൾ ക്ഷേമനിധിയിൽ അടയ്ക്കുന്ന നമ്മുടെ വിഹിതം, ആ വിഹിതം നമുക്ക് തിരിച്ചു കിട്ടണം. പലരും വാർദ്ധക്യത്തിലെത്തി, അവര് ക്ഷേമനിധിയിൽ നിന്ന് പിരിഞ്ഞു പോയി, അവർ ജീവിതത്തോട് തന്നെ ഇവിടെ വാങ്ങി, പക്ഷെ അവർക്ക് അവരടച്ച തുക തിരിച്ചു നൽകാൻ കഴിയുന്നില്ല. അത് അനീതിയാണ്. ഈ തുകയുടെ അവകാശി അത് അടച്ചയാള് തന്നെയാണ്. അപ്പം മത്സ്യത്തൊഴിലാളിയായാലും മത്സ്യാനുബന്ധ തൊഴിലാളിയായാലും അവരടച്ച അവരുടെ വിഹിതം, അവരുടെ കോൺട്രിബ്യൂഷൻ, അത് അവർക്ക് തിരികെ ലഭിക്കുവാൻ, പക്ഷെ വെറുതെ തിരിച്ചു കൊടുത്താൽ പോരാ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായിരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് മന്ത്രി ശർമ്മയാണ് ഫിഷറീസ് വകുപ്പ്. അത് നമ്മുടെ ഈ ക്ഷേമനിധിയുടെ 25 കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.